ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 12 അപ്പോസ്തോലന്മാരിൽ യൂദാസ് ഇസ്കറിയോത്തിന് പകരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മത്തിയാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശ്വാസവഞ്ചനയിലും നഷ്ടത്തിൽ പോലും വിശ്വസ്തരായ വിശ്വാസികളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. യൂദാസിൻ്റെ വിശ്വാസവഞ്ചനയ്ക്കും ദാരുണമായ അന്ത്യത്തിനു ശേഷം അപ്പോസ്തലന്മാർക്ക് അവരുടെ എണ്ണം 12 പുനഃസ്ഥാപിക്കുവാൻ പ്രാർത്ഥനയാൽ നയിക്കപ്പെട്ട അവർ യൂദാസിൻ്റെ സ്ഥാനത്ത് മത്തിയാസിനെ തിരഞ്ഞെടുത്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മെ അറിയിക്കുന്നു. അവർ അനുഭവിച്ച വേദനാജനകമായ വഞ്ചനയ്ക്കിടയിലും തൻ്റെ വേല തുടരുവാനുള്ള ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനുള്ള ആദിമ സഭയുടെ വിശ്വാസത്തെ ഇത് പ്രകടമാക്കിയതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമർഹിക്കുന്നു. വിശുദ്ധ മത്തിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് വിശ്വസ്തതയുടെയും സന്നദ്ധതയുടെയും പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നു. യഥാർത്ഥ 12 പേരിൽ ഒരാളല്ലെങ്കിലും വിശുദ്ധ മത്തിയാസ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ വിശ്വസ്തയോടെ അവനെ അനുഗമിച്ചിരുന്നു. ഒരു വലിയ ചുമതലയ്ക്ക് ചുവട് വയ്ക്കുവാൻ വിളിക്കപ്പെട്ട നിമിഷത്തിനായി അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും സമർപ്പണവും അവനെ ഒരുക്കി. ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മുടെ വിശ്വസ്തതയെ കാണുകയും അവൻ്റെ സമയത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി നമ്മെ തയ്യാറാക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൗത്യം മനുഷ്യൻ്റെ പരാജയത്താൽ ഉലയുന്നില്ലെന്നും വിശുദ്ധ മത്തിയാസിൻ്റെ ജീവിതം അടിവരയിടുന്നു. യൂദാസിൻ്റെ വഞ്ചന വലിയ നഷ്ടമായിരുന്നു, എന്നിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയെ അത് അട്ടിമറിച്ചില്ല. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്താൽ അപ്പോസ്തലന്മാർ മുന്നോട്ട് പോയി സുവിശേഷം പ്രചരിപ്പിക്കുന്ന ദൗത്യം തുടരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ തടയാനാവില്ലെന്നും ആഴത്തിലുള്ള മുറിവുകൾക്ക് ശേഷവും രോഗശാന്തിയും നവീകരണവും കൊണ്ടുവരുവാൻ അവന് കഴിയുമെന്നും ഇത് നമുക്ക് ഉറപ്പ് നൽകുന്നു. വിശുദ്ധ മത്തിയാസിൻ്റെ ജീവിതം പരിഗണിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ നടത്തത്തിൽ വിശ്വസ്തരായി തുടരുവാൻ അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. വിശ്വാസവഞ്ചന, നഷ്ടം അല്ലെങ്കിൽ തിരിച്ചടികൾ എന്നിവ നേരിടുമ്പോൾ പോലും ദൈവം പ്രവർത്തിക്കുന്നു, അവൻ്റെ ദൗത്യം തുടരാൻ നമ്മെ വിളിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ മത്തിയാസിനെ പോലെ നമ്മുടെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല. നമുക്ക് വിശുദ്ധ മത്തിയാസിനെ മാതൃക ഹൃദയത്തിൽ എടുക്കാം. നമ്മുടെ വിശ്വാസത്തിൽ അർപ്പണബോധത്തോടെ നിലകൊള്ളാം. ദൈവവിളിക്ക് തയ്യാറായി നാം നേരിടുന്ന വെല്ലുവിളികൾ എന്തായാലും അവൻ്റെ വേല നമ്മിലൂടെ തുടരുവാൻ എന്ന ആത്മവിശ്വാസത്തോടെ ഓരോ കാലത്തിനും നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുകയും അവൻ്റെ ഉദ്ദേശങ്ങൾക്കായി സന്നദ്ധ പാത്രങ്ങളായി തീരുകയും ചെയ്യാം.